ഡ്രീം ബിഗ്. ഡ്രീം ഡ്രീം ടു മേക്ക് തിങ്സ് ഇൻ ടു റിയാലിറ്റി, സോ യു വിൽ ബിക്കം ആൻ അച്ചീവർ. ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്ന പലരെയും കുറിച്ച് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അതിനെ വിഷൻ എന്നും അത് കൊണ്ടുവന്ന വ്യക്തിയെ വിഷനറി എന്നും നമ്മൾ പറയും, അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഓർത്തെടുക്കുകയാണ്. നിങ്ങളെ പോലെ ഒരു +1 +2 എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം സയൻസ് ഗ്രൂപ്പ് കിട്ടണം എന്ന് അതിയായി ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ സെൻറ് തോമസ് കോളേജിൻ്റെ +1 +2 അഡ്മിഷൻ ആദ്യം കിട്ടിയത് ഒരു കൊമേഴ്സ് ഗ്രൂപ്പിലാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിഷമം വന്നിട്ടുള്ള ഒരു ടൈം പീരീഡ് അതായിരുന്നു. കാരണമുണ്ട്, PC തോമസിൻ്റെ അവിടെ ഞാൻ സയൻസ്, എൻജിനീയറിങ്, മെഡിസിനൊക്കെയും എൻട്രൻസിൻ്റെ കോച്ചിങ് പഠിച്ച് 1 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൊമേഴ്സിലാണ് സീറ്റ് കിട്ടുന്നത്. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻ്റായിട്ട് പഠിക്കാനായിട്ട്. അക്കൗണ്ടൻസി എടുക്കാനും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ പല സബ്ജക്റ്റും എടുക്കാനായിട്ട് അധ്യാപകർ വരും. എക്കണോമിക്സ് എടുക്കാൻ വന്ന അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, താല്പര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനായിരിക്കണം. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, സാറേ എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് താല്പര്യം. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. പിന്നീട് റീ അലോട്ട്മെൻറ്റ് വരികയും എൻ്റെ ഭാഗ്യം കൊണ്ട് സയൻസ് ഗ്രൂപ്പ് +1 +2 കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കാം, എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷം ഉണ്ടായിരിക്കും. ഞാൻ ഓരോ ദിവസവും കരച്ചിലോട് കൂടിയാണ് ഇരിക്കുക, ഈ കൊമേഴ്സ് വിഷയം പഠിക്കണ്ടേ. കാരണം എൻ്റെ താല്പര്യം സയൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാണ്. രണ്ടാമത്തെ കാര്യം, എൻജിനീയറിങ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ വരാണ്. അവിടെയും എനിക്ക് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു ലാപ്ടോപ്പ്, AC, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ? ഇതെല്ലാം ഇലക്ട്രോണിക് ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇപ്പം നിങ്ങളായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ എടുക്കുന്ന ക്യാമറ എന്ന് പറയുന്നത്, ഡിജിറ്റൽ ക്യാമറ ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ്, അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവിടെ കിട്ടിയത് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, AAA ഡിപ്പാർട്ട്മെൻറ്റ്. വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഇരുന്നത്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും റീ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായി എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 4 കൊല്ലത്തെ എൻ്റെ ബിരുദം BTech കോഴ്സ് പഠിക്കാനായിട്ട് സാധിച്ചു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും MTech പഠിക്കുന്ന കാലഘട്ടം. അവിടെയും ടാൻസെറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, തമിഴ്നാട് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അതിലും അതെ, ഞാൻ ആഗ്രഹിച്ചത് VLSI ഡിസൈൻ എന്ന് പറയുന്ന ഒരു MTech കോഴ്സ്. IC ചിപ്പുകൾ, അല്ലേ? ലാപ്ടോപ്പിലും മൊബൈലിലും എല്ലാത്തിലുമുള്ള വസ്തുവാണ് IC ചിപ്പ്. ആ IC ചിപ്പ് ഉണ്ടാക്കുന്ന VLSI ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവിടെയും അലോട്ട്മെൻറ്റുകൾ ഓരോന്നായിട്ട് മാറി വന്നു. അവസാനത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് VLSI ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് പഠിക്കാനായി പറ്റി. അങ്ങനെ 2 വർഷം VLSI ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് പഠിക്കാനായി പറ്റി. ഇതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഭാഗങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് ഒരു വിഷൻ ഉണ്ടാകും. ആ വിഷനിലേക്ക് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ എത്തിച്ചേരണം. എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. MTech VLSI ഡിസൈൻ കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ പല ആളുകളും ഈ മാരേജിൻ്റെ പ്രപ്പോസലായിട്ട് വന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ചൂസ് ചെയ്തത് MTech കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ BTechഉം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടീനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യത്തിനെ കുറിച്ച് അതിയായി ആഗ്രഹിക്കുക. യു ഹാവ് ടു ഡ്രീം ബിഗ്.
സ്വപ്നം കാണാനായിട്ട് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു വിഷൻ, ഇന്നർ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. അതിനുവേണ്ടി പ്രയത്നിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം, one day in your life, you will become an achiever. All the best.